ഇന്ന് നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാടൻ കോഴി വയ്ക്കും പോലെയാണ് കേട്ടോ ചിക്കൻ കറി വയ്ക്കാൻ തീരുമാനിച്ച്. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 2 നാഴി അരി, ഒരു 3 സ്പൂണ് ഉലുവയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി കേട്ടോ. നന്നായിട്ട് കഴുകിയപ്പോഴത്തേക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ആ അടുപ്പത്ത് അരി അടുപ്പത്തിട്ടു, ഇത്തിരി ഉപ്പ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തീ കത്തിച്ച് ഞാൻ ഉള്ളി അരിയാനിരുന്നു. ഒരു 400 ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കണമല്ലേ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി നോക്കി, വെള്ളം വറ്റി തുടങ്ങിയോ വെന്ത് തുടങ്ങിയോ എന്ന് നോക്കി. അപ്പോൾ ഒരുവിധമൊക്കെ അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ അരി വെന്ത് തുടങ്ങിയതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അരിയും ഉപ്പും നാളികേരവും ചെറിയ ഉള്ളിയും ഉലുവയും, ഇത്രയും സാധനം നമ്മൾ ഉപയോഗിച്ചത്. എന്നിട്ട് നല്ലോണം നാളികേരം ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ഇതിലിട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാകത്തിന് തീ കത്തിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി പാകത്തിന് തീ കത്തിച്ചിട്ട് അടച്ചു വെച്ചു. അത് ഇരുന്ന് അങ്ങനെ വെള്ളം വറ്റിയാൽ നമ്മളെ ചോറ് റെഡിയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കാനില്ല, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം നന്നാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് സവാള അടുപ്പത്ത് വെച്ച് ഉരുളിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് വഴറ്റാൻ തുടങ്ങി. സവാള ഏകദേശം വഴണ്ട് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് വേറെ ചീഞ്ചട്ടിയിൽ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അത് വേറെ മൂപ്പിച്ചെടുത്താലാണ് ഒന്നും കൂടി കറിക്ക് രുചി ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ വേറെ മൂപ്പിച്ചെടുത്തത്. ആ മൂപ്പിച്ചെടുത്ത മസാല ഞാൻ ഈ വലിയ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തു. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിൽ ഇട്ട് ഇളക്കി. അതൊന്നും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു പാകത്തിന്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കനും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്ത് അതിൽ ശകലം വെള്ളം ഒഴിച്ചു. എന്നിട്ടൊന്നും കൂടെ ഇളക്കിയെടുത്തു. പിന്നെ വെള്ളം കുറവാ തോന്നിയപ്പോൾ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കേട്ടോ. നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചു. അടച്ച് വെച്ചതിന് ശേഷം ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ പോയി ഇളക്കിയിട്ട് നോക്കി. അപ്പോൾ ചിക്കൻ വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വെന്ത് തുടങ്ങുന്നുള്ളതുകൊണ്ട് ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് അടച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ ചോറ് വെന്തത് വാങ്ങി അപ്പുറത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ചിക്കൻ അടുപ്പത്ത് കിടന്ന് വേവുകയാണേ. നമ്മൾ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും കൂടെ ചിക്കൻ നന്നായിട്ട് ഇളക്കി അതിൽ 2 പച്ചമുളകും കൂടെ കൂട്ടി അരിഞ്ഞിട്ടു. 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് അത് ഒന്നുകൂടെ ഇളക്കി ഉപ്പൊക്കെ പാകമാണോ നോക്കി. അതിന് ശേഷം ചിക്കൻ ഒന്നും കൂടെ അടച്ചു വെച്ചു. 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ റെഡിയായി കേട്ടോ. ചിക്കൻ കറി അങ്ങനെ റെഡിയായി. പിന്നെ ആ ചോറ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലോ. ചോറും ചിക്കൻ കറി റെഡിയായി. നിങ്ങളിങ്ങനെ ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടാക്കാം.